ഹായ്. ഇന്ന് സൺഡേ. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുളിയൊക്കെ ഞാൻ നേരത്തെ കഴിച്ചു. ഇന്ന് വെള്ളയപ്പമാണ് ഉണ്ടാക്കണേ. അപ്പോൾ അത് വെള്ളയപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു കുറുമക്കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉരുളൻകിഴങ്ങൊക്കെ എടുത്ത് തോലൊക്കെ കളഞ്ഞ് ഉരുളൻകിഴങ്ങ് ഞാൻ കുറച്ച് നേരം ഈ പച്ചക്കറി അരിഞ്ഞതൊക്കെ കുറച്ച് നേരം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ തിരുമ്പി കുറച്ച് നേരം വെക്കും. ഇന്ന് ചേട്ടന് സൺഡേ കാരണം നേരത്തെ കട തുറക്കണം. 8:30 കട തുറക്കും. അപ്പോഴേക്കും ഫുഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറുമക്കറി വേഗം ഉണ്ടാക്കുകയാണ്. അതിനിടയ്ക്ക് മക്കളുടെ ഒച്ച പോലെ തോന്നി, നോക്കിയപ്പോൾ ഏറ്റിട്ടില്ല. നല്ല ഉറക്കമാണ് രണ്ടാളും. എണീക്കുമ്പോൾ ഒരു 9 മണിയൊക്കെ ആവും. അതിൻ്റെ ഇടയിൽ വന്നത് വേഗം സവോളയൊക്കെ വഴറ്റി കുറുമക്കറിക്ക് വേണ്ടിയിട്ട് തയ്യാറായി ആക്കുകയാണ്. പിന്നെ വെള്ളയപ്പമായി, അതൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ ഇടയിൽ അമ്മ എന്നൊരു വിളി കേട്ടു. അപ്പോൾ ഞാൻ വേഗം ചെന്ന് നോക്കിയപ്പോൾ രണ്ടാൾ എണീറ്റു. അവിടെ നിന്ന് എണീക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. അവർ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുക. കിടന്ന് ഇങ്ങനെ കുറച്ച് നേരം സ്കൂളില്ലല്ലോ, അത് കാരണം കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് രണ്ടുപേരും കിടന്ന് കളിക്കും. നല്ല കളിയാണ് രണ്ടാളും. ഞാൻ പുതപ്പൊക്കെ പതുക്കെ അങ്ങനെ മാറ്റി നോക്കി. അപ്പോൾ രണ്ടുപേരും നല്ല കെട്ടിപ്പിടിച്ച് ഒന്നും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുക. അപ്പോഴേക്കും ഫുഡൊക്കെ റെഡിയാക്കി ചേട്ടൻ്റെ പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. പിന്നെ രണ്ടാളുടെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉണ്ണീനെ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതേപോലെ യാത്രയാവാനും മുടിയൊക്കെ കെട്ടാനും. ലിപ്സ്റ്റിക്ക് എന്നും ഇട്ട് കൊടുത്താൽ അത്രയും ഇഷ്ടമാണ്. പക്ഷെ ഞാനങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. വല്ലയിടത്തും പോകുമ്പോൾ മാത്രമേ ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ. ജസ്റ്റ് പൗഡർ ഇട്ട് പിരിയാനൊക്കെ ഒന്ന് എഴുതി ഒക്കെ ചെയ്യും എല്ലാ ദിവസവും. പിന്നെ അവളുടെ ഭാഗം ഒരു മേക്കപ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് വന്ന് അവൾ ഇങ്ങനെ ക്രീമൊക്കെ എടുത്ത് പരട്ടി, ഞാൻ കാണാണ്ട് ക്രീമൊക്കെ എടുത്ത് പരട്ടി ഒന്ന് അവളുടെ വക മേക്കപ്പ് ഉണ്ടാവും. ഞാൻ ചെയ്യണത് അത്ര ഇഷ്ടമൊന്നുമല്ല ആൾക്ക്. ആൾ തന്നെ ചെയ്യണതാണ് ഇഷ്ടം. പക്ഷെ ഇന്നെന്താണ് അവൾ ഇരുന്ന് തരുന്നുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെ ചെയ്യും. വീട്ടിലിരിക്കുമ്പോൾ അവളാണ് എല്ലാം ചെയ്യാറ്. അപ്പോൾ അതേ കണ്ണാടയിൽ നോക്കുക, അമ്മ ചെയ്തത് ഭംഗിയുണ്ടോ ഭംഗിയില്ലേ എന്നൊക്കെ നോക്കുക. എന്ത് ചെയ്താലും അപ്പോൾ കണ്ണാടയിൽ പോയി നോക്കും. അപ്പോൾ ആൾക്ക് ചെയ്തത് ഇത്തിരി തൃപ്തിയായിട്ടുണ്ട്. അത് കാരണം ആൾക്ക് ഇഷ്ടമായി. പിന്നെ രണ്ടാളെയും ഫുഡൊക്കെ കഴിക്കാൻ, വെള്ളയപ്പം കഴിക്കാനായിട്ട് ഇരുത്തി. രണ്ടാളും അതൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. ഉണ്ണി ഇതേ TV കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുക. അവനും TV കണ്ടിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുക. ഒരു സിനിമ വെച്ച് രണ്ടാളും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവന് ഈ ക്യാമറയിൽ പെടാൻ അവന് തീരെ താല്പര്യമില്ല, ഇഷ്ടമില്ല കേട്ടോ. അവൻ്റെ മുഖം കാണാനായിട്ട്, അവനെ മുഖം എടുക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ അവനെ ചീത്ത പറഞ്ഞു. പിന്നെ ആൾ ഓക്കെ ആയി, അമ്മ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും ഫുഡൊക്കെ കഴിച്ച് പിന്നെ പഠിക്കാനായിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ രണ്ടാളും പഠിക്കാനൊക്കെ ആയിട്ട് ഇരുന്നു. പിന്നെ ഞാൻ അവരെ പഠിപ്പിക്കാനിരുത്തി ഉച്ചക്കലത്തെ കറിക്ക് വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഞായറാഴ്ച 1 മണി വരെ നല്ല പണിയാണ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക്, അത് കഴിഞ്ഞിട്ട് ലഞ്ചിനുള്ളതൊക്കെ ചേട്ടൻ പോയി ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് നോക്കുള്ളൂ. ഇന്നത്തെ സോയും പിന്നെ സാമ്പാറുമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. അതിനിടയ്ക്ക് പാറു വിളിച്ച്, പാറുവിനൊരു ഡൗട്ടായിട്ട് പാറുവിനെ എഴുതാൻ കൊടുത്തിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് പോയത്. എഴുതാനായിട്ട് അവിടെ തെറ്റി. അത് കാരണം എന്നോടൊന്ന് ചെക്ക് ചെയ്യാൻ പറയാനായിട്ട് വിളിച്ചതാണ്. അവൻ തന്നെ ഇരുന്ന് പഠിച്ചോളും. അവൻ പഠിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് കേൾപ്പിക്കും. ഇന്ന് മലയാളമാണ് ഇരുന്ന് പഠിക്കണേ. മലയാളം EVS ഒക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അവൻ പഠിച്ചോളും. ഇതാ ഉച്ചക്കലേക്ക് ഫുഡൊക്കെ ആയി, ചേട്ടൻ വന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കാതിരിക്കുകയാണ്. സോയ, സാമ്പാർ, പപ്പടം, അച്ചാർ ഉണ്ടായിരുന്നു. അച്ചാർ ഞാൻ അങ്ങനെ എടുക്കാറില്ല. എൻ്റെ മോൻ കുഞ്ഞു വാരി കോരി കഴിക്കണ കാരണം എനിക്ക് പേടി അവൻ അച്ചാർ കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഞങ്ങൾ 4 കൂടെ കിടന്ന് ഉറങ്ങിയിട്ടപ്പോൾ ഇപ്പോൾ ചായ വയ്ക്കുകയാണ്. പാറൂസ് അതിൻ്റെ ഇടയ്ക്ക് എണീറ്റു. അച്ചപ്പാണെന്ന് ചായക്ക്. അപ്പോൾ അച്ഛനും മോളും അടി കൂടുകയാണ് അച്ചപ്പത്തിന് വേണ്ടിയിട്ട്.
രണ്ടാളും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നു. അപ്പോഴും പാറൂസിൻ്റെ ചായ കൂടിയൊന്നും കഴിഞ്ഞിട്ടില്ല. പാറൂസ് ഇങ്ങനെ ചായ ആറ്റിയിരിക്കുക, ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ വെറുതെ ഇങ്ങനെ പൂക്കളൊക്കെ അങ്ങനെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഒക്കെ ഞാൻ ഇങ്ങനെ പതുക്കെ നടന്നു. ഉണ്ണി അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്, ആറ്റി കളിക്കുക. അമ്മ വരണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഞാനപ്പോൾ പതുക്കെ അങ്ങനെ ക്യാമറയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി അതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. ഇത് ഓർക്കിഡാണ് കേട്ടോ. ഇതുമ്മേ എന്നും പൂവുണ്ടാവും. നല്ല രസമാണ് കാണാനായിട്ട്. വെയിലത്താണ് അത് ഉണ്ടാവുക. നല്ല വെയിൽ വേണം അതിന്. ബോഗൺവില്ല കുറേ ഉണ്ടായിരുന്നു. നല്ല കാറ്റായപ്പോൾ ഒക്കെ ഒടിഞ്ഞു പോയി ബോഗൺവില്ല. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അതിനിടയ്ക്ക് അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞതേ വരുന്നുണ്ട്. കുറേ ബോഗൺവില്ല ഉണ്ട്. ഒക്കെ പല തരം കളറുകളാണ് ബോഗൺവില്ല. ഒക്കെ ചെടിച്ചട്ടിയിലും മണ്ണിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സ്കൂളാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്കൂളാണ്, ഗുരുദേവ് വിദ്യാനികേതൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിറച്ച് ബോഗൺവില്ല ഉണ്ടായി നിൽക്കട്ടെ. നല്ല രസമാണ് കാണാനായിട്ട്. ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളാണ്. ബോഗൺവില്ലയുടെ സീസണല്ലേ ഇപ്പോൾ. നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ റെക്കോർഡ് ചെയ്യണ കണ്ടപ്പോൾ അമ്മ അങ്ങനെ അടുത്ത് വന്ന അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട്. ഞാനമ്മ മുടക്കുള്ള ദിവസം ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടക്കും, പൂക്കളൊക്കെ നോക്കി. ഇതൊക്കെ ചേട്ടനാണ് കേട്ടോ. ഇതൊക്കെ ചെടികളും ഒക്കെ സെറ്റ് ചെയ്യുക ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ നിറയെ പുല്ല് ഉണ്ടായിരുന്നു. അത് മണ്ണിട്ട് നികത്തിയിട്ട് കുറച്ചും കൂടെ പുല്ല് വയ്ക്കാനായിട്ട് ആൾ നോക്കണേ. ഇത് വീടിൻ്റെ സൈഡ് ഭാഗമാണ്. അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പാടം ആണ്. ഇത് വേറെ ആളുടെ പറമ്പാണ്. നല്ല താഴ്ചയുണ്ട് ഇവിടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു സൺഡേ ദിവസം ചേട്ടൻ്റെ വണ്ടികൾ ഒക്കെ കഴുകി ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ബായ്, നമുക്ക് പിന്നെ കാണാം.